രണ്ട് മഹാരഥന്മാരുടെ പ്രസ്താവനകൾ കാണാനിടയായി. ഒന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെയാണ്. രണ്ടാമത്തത് SNDP യോഗത്തിൻ്റെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, ഡൽഹിക്ക് പോയി കാണും. കാരണം പത്മഭൂഷൺ ഏറ്റുവാങ്ങട്ടെ. മിക്കവാറും പട്ടിയായിട്ടായിരിക്കും പുള്ളി പോയേക്കുന്നത്. കാരണം എൻ്റെ പട്ടിക്ക് വേണം എന്നാ പറഞ്ഞേ. അപ്പോൾ എന്തായാലും ഈ അവാർഡ് വാങ്ങാൻ പട്ടിയെ കൊണ്ട് പോയി കാണാനാ സാധ്യത. കാരണം അയാൾ വാങ്ങത്തില്ലല്ലോ. ഇയാൾക്കൊക്കെ ഈ അവാർഡ്, ഈ പത്മഭൂഷണൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പാവപ്പെട്ട സ്ത്രീകൾക്ക്, നിർധനരായിട്ടുള്ള സ്ത്രീകൾക്ക്, അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ധനസഹായം, കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ധനസഹായം, അതായത് 3% പലിശയ്ക്ക് കിട്ടുന്ന പൈസ എടുത്ത് 12% പലിശയ്ക്ക് അതിന് മുകളിലും എടുത്ത് വെച്ച് അടിച്ച് ബിസിനസ് നടത്തി ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി. അതിനാണ് മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. അത് ആദ്യം വെളിയിലോട്ട് കൊണ്ടുവന്നത് ശ്രീ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ അത് കൊണ്ടുവന്നെങ്കിൽ പോലും ഇപ്പോൾ ഏതായാലും ഈ പിണറായി വിജയൻ പോകുന്നതുവരെ ആ കേസ് പിന്നെ അനങ്ങത്തില്ല. കാരണം അതിൽ ചാർജ് ഒന്നും കൊടുക്കുകയില്ല. ഇപ്പോൾ ഏതായാലും അത് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതായത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടപടികൾ മുമ്പോട്ട് പോകും എന്ന് നമുക്ക് ആശിക്കാമെന്നേ പറയാൻ നോക്കൂ. ഇത് കണ്ടാലേ ബാക്കി പറയാൻ പറ്റുള്ളൂ എന്ത് നടക്കുന്നെന്ന്. എന്നാലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ശ്രീ VD സതീശനും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് നടന്നു പോയേക്കും എന്ന് തോന്നുന്നു, മുമ്പോട്ട് പോകും. ഈ സുകുമാരൻ നായർ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രസ്ഥാനം നടത്തി കേട്ടോ. അതായത് മുഖ്യമന്ത്രി VD സതീശൻ ഭയങ്കര അഹങ്കാരിയാണെന്ന്. അയാളുടെ പേര് കേസെടുക്കണം ഈ പ്രസ്താവനയ്ക്ക്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആക്ഷേപിച്ചതിന് അയാളുടെ പേര് കേസെടുക്കേണ്ടതല്ലേ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇങ്ങനെയൊക്കെ ഇരുന്ന് തോന്നിയ ദിവസം വിളിച്ചു പറയാൻ പാടുണ്ടോ? നേരത്തെ ഈ ഇലക്ഷന് മുമ്പ് ഒരു 2 പേരും കൂടെ ചേർന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടെ ഒന്നിച്ച് തോളെ കൈയിട്ട് ഒരു തീരുമാനവും കൊടുത്തു. ഏറ്റവും നല്ലത് ഇടതുപക്ഷ മുന്നണിയാണ്, അവർ തന്നെ ജയിക്കണം എന്നൊക്കെയായി. ഏതായാലും ആ പ്രസ്താവനയോടുകൂടി അവരുടെ അടപ്പൂരി ഇടതു മുന്നണിയുടെ. ഇതാ കാര്യം. ഈ 2 മഹാരഥന്മാരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, അവരെ വീട്ടിൽ പോലും ആരും ഇവർക്ക് അവർ പറയുന്നവർക്ക് വോട്ട് ചെയ്യത്തില്ല, നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. എന്നിട്ടാണ് ഈ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് ഈ എന്നിട്ട് ഒരു യഥാർത്ഥത്തിൽ ഈ വർഗീയതയെ ഇതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകൾ, ഈ രീതിയിലുള്ള ആ സമുദായ നേതാക്കൾ എന്നൊക്കെ പറയുന്നവരെ അവർ ഒഴിച്ചു നിർത്തണം. അതിൽ ശ്രീ VD സതീശൻ എടുത്തേക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഞാൻ വളരെയധികം അംഗീകരിക്കുന്ന ഒരു നിലപാടാണ്. കാരണം ഇവരുടെ ഒന്നും തിണ്ണയിറങ്ങാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അതാ കാര്യം. ഇപ്പം നേരെ പോയി യാചിച്ച് അവിടെ NSS അവിടോട്ട് ചെന്ന് ആസ്ഥാനത്ത് പെരുന്നയിൽ ചെന്ന് റെഡിയായി കാണിക്ക വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഏതായാലും അതിന് VD സതീശന് കിട്ടത്തില്ല. കൊള്ളാം, അന്തസ്സാണ് അദ്ദേഹം കാണിക്കുന്നത്. അതുപോലെ വെള്ളാപ്പള്ളി അടുത്തും പോകത്തില്ല, ശരിയാണ്. പിന്നെ വെള്ളാപ്പള്ളി അടുത്ത് പോയി നമസ്കാരമൊക്കെ പറഞ്ഞ് കാലേ തൊട്ട് ഒഴുകുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് ഈ വോട്ട് കഴിഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇതിന് മുമ്പായിരുന്നൊക്കെ ഉണ്ടല്ലോ, ഈ കാലേ തൊട്ട് ഒഴുകുന്ന പരിപാടി ഉണ്ടായിരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അവർ ജയിക്കുകയില്ല. ഇങ്ങനെ ഈ ഉള്ള കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ യോഗ്യത എന്താണ്? ഇപ്പം അതുപോലെ വെള്ളാപ്പള്ളി വിളിച്ച് പറഞ്ഞേക്കാം VM സുധീരനെക്കുറിച്ച് പറയാൻ ഈ വെള്ളാപ്പള്ളിക്ക് എന്ത് അർഹതയാണുള്ളത്? PM സുധീരൻ കറകളഞ്ഞ ഒരു വളരെ നല്ല ഒരു അഴിമതിക്കറ പുരളാത്ത ഒരു നേതാവാണ്. കോൺഗ്രസിൻ്റെ അടിയുറച്ച ഒരു നേതാവാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് VM സുധീരനെക്കുറിച്ച് പറഞ്ഞെന്താ, വീല് പഞ്ചറായി കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണ് VM സുധീരൻ. ഇങ്ങനെ പറയുന്ന ആൾക്കാണ് പത്മഭൂഷൺ കൊടുക്കേണ്ടത്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ വലിയ അഴിമതി ആരോപണം നേരിടുന്ന ഒരുപാട് കേസുകളിൽ പ്രതിയാകുന്ന ആളിനാണ് ഈ പത്മഭൂഷൺ കൊടുക്കേണ്ടത്.
കേട്ടോ. അതൊക്കെ കൊടുക്കണം, ഇങ്ങനെയുള്ള ആളിന് വേണം കൊടുക്കാൻ. ഏതായാലും ശരി, അത് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. വേണ്ടെന്നൊക്കെ പട്ടിക്കാന്ന് പറഞ്ഞു. പട്ടിയും കൊണ്ട് പോയി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടിയും കൊണ്ട് ഇനി പോയിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും. ഏതായാലും പോയിട്ടുണ്ട് വാങ്ങിക്കാൻ. പിന്നെ ഈ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെയൊക്കെ ഒരു ധാരണയുണ്ട്. ഇവരൊക്കെ വിചാരിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ അങ്ങ് കീഴ്മേൽ മറിക്കും. ഇവരാണ് അതുകൊണ്ട് പറയാം, നായന്മാരുടെ വോട്ട് ആണെന്നുണ്ടെങ്കിൽ കൊണ്ട് 20 സീറ്റ് കിട്ടുമെന്ന്. എന്നിട്ട് നമ്മളാരും ഒന്നും കണ്ടില്ലല്ലോ. എന്നാൽ ഈ നായന്മാരുടെ ഒരു പാർട്ടി ഉണ്ടായിക്കൂടെ? അവർ വിവരമുള്ളവരായി നായന്മാരെന്ന് പറയുന്നവർ സുകുമാരൻ നായരെ പോലല്ല. അവർക്ക് ബോധമുണ്ട്, വിവരമുണ്ട്. അവരൊക്കെ നോക്കി വോട്ട് കൊടുക്കേണ്ട ആളുകൾക്ക് നോക്കി വോട്ട് കൊടുക്കുന്നവരാണ്. അവരല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പം സുകുമാരൻ നായർ പറയുന്നവർക്ക് വോട്ട് കൊടുക്കുന്ന ഇടപാടൊന്നും അവർക്കില്ല. അതുപോലെ തന്നെ ആണ് ഈഴവ സഹോദരങ്ങൾ. അവർ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. അവർ വെള്ളാപ്പള്ളി പറയുന്നവർക്ക് വോട്ട് കൊടുക്കാനായിരുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കത്തില്ലയോ? വളരെ ചങ്ങാതിമാരല്ലായിരുന്നു അവർ? ജയിക്കുമായിരുന്നല്ലോ. പിണറായി വിജയൻ്റെ പാർട്ടിയും അതുപോലെ ഇടതുപക്ഷ മുന്നണി ജയിക്കണമായിരുന്നല്ലോ. അതൊന്നുമില്ലാതെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ, ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരാൻ കാരണം എന്താണ്? ഇവരുടെയൊക്കെ കൊള്ളരായ്മ ആളുകൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇടതുപക്ഷം മുന്നണിയുടെ കൊള്ളരായ്മ ആളുകൾ തിരിച്ചറിഞ്ഞു. ശ്രീ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ഒരു നൈപുണ്യം അത് തിരിച്ചറിഞ്ഞു, ആളുകൾ തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെ ഈ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയൊക്കെ ആ ഗുണങ്ങൾ ആളുകൾ അറിഞ്ഞു. അതിൻ്റെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ UDF അധികാരത്തിൽ വന്നത്. അന്നും പറഞ്ഞല്ലോ, അന്നും ശ്രീ VD സതീശൻ പറഞ്ഞല്ലോ, എങ്ങും പോകത്തില്ലെന്ന് പറഞ്ഞു. സുകുമാരൻ നായരെ കാണാൻ പോകുന്ന പ്രശ്നമില്ല, കാണാൻ പോകുന്നില്ല. ഇപ്പം എന്താണെന്നറിയോ, 2 പ്രാവശ്യം അവിടെ ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസിലൊരു അപ്പോയിൻമെൻറ്റ് മുഖ്യമന്ത്രിയെ കാണാൻ സുകുമാരൻ നായർക്ക്. അപ്പോൾ എന്തോ കാര്യം, അതായത് നേരത്തെ കൊടുത്ത മെമ്മറാണ്ടം ഉണ്ടെന്ന് പഴയ മുഖ്യമന്ത്രിക്ക്, അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാനോ കൊടുക്കാനോ ഒക്കെ ആണെന്ന്. പഴയ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നെങ്കിൽ പഴയ മുഖ്യമന്ത്രി ശരിയാക്കി തരുമല്ലോ എല്ലാം. അത് അല്ലേ നല്ലത്? അത് തന്നെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ശ്രീ VD സതീശനെ കാണേണ്ട കാര്യം എന്തുവാ? മാത്രമല്ല, ഈ ഇവരെയൊക്കെ കാണുന്നതിനൊക്കെ ഉണ്ടല്ലോ, ശ്രീ VD സതീശൻ്റെ ആ നിലപാടാണ് നല്ലത്. കാരണം ഇവർക്ക് തോന്നുമ്പം കയറി ചെല്ലാൻ വെക്കുന്ന ഒരാളല്ല. എല്ലാ ജനങ്ങളും പോലെ ഉള്ളൂ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും, വേറെ ഒന്നുമില്ല. പിന്നെ ഒരാൾ കേസിലും കൂടെ, ഒരുപാട് കേസുകളും കൂടെ പ്രതിയാവും. ഇപ്പം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വയനാട്ടിലെ കേസിലെങ്ങാണ്ട് മാത്രമാണ് ഇതിപ്പോൾ കൊടുക്കുന്നത് ചാർജ് കുറ്റപത്രം. വേറെ ബാക്കി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതുപോലെ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് ഒരുപാട് പേരുടെ. പാവപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടേണ്ട പൈസയാണ്, 3% പലിശയ്ക്ക് കിട്ടേണ്ട പൈസ വാങ്ങിച്ചിട്ട് ആ കാശ് വാങ്ങി എടുത്ത് നേരെ 12% പലിശയ്ക്ക് കൊടുക്കുക. അതാണ് സംഭവിച്ചത്. ഏതായാലും കൊള്ളാം. ഇവർ VM സുധീരനെ കുറിച്ച് പറയാൻ വെള്ളാപ്പള്ളിക്ക് എന്താ യോഗ്യതയുള്ളത്? എന്തെങ്കിലും യോഗ്യതയുണ്ടോ? VM സുധീരൻ വളരെ അന്തസ്സുണ്ട്. VM സുധീരൻ ഇപ്പോഴും മൈക്രോ ഫൈനാൻസിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. VS അച്യുതാനന്ദനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ VS അച്യുതാനന്ദനാണ് യഥാർത്ഥത്തിൽ അതിനെതിരെ ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ അവർക്ക്, ആ പാർട്ടിക്കാർക്ക് പിന്നെ അത് വേണ്ടതായി മൈക്രോ ഫൈനാൻസ്. കാരണം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ചങ്ങാത്തം. അത് ഇവിടെ ഒരാൾ BDJS മകൻ. കാരണം എന്താണെന്നറിയോ, കേന്ദ്രത്തിൽ ഉള്ള പിടി വേണം. അത് ആ കാര്യത്തിൽ അവിടുന്ന് EDയുടെ അന്വേഷണമൊന്നും ഇല്ലാതാവണം. പിന്നെ ഇവിടെ വളരെ പിണറായി വിജയനുമായിട്ടുണ്ടായിരുന്ന ചങ്ങാത്തം എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ മൈക്രോ ഫൈനാൻസ് അന്വേഷണം നിലയ്ക്കണം. ഒരു പരിധി വരെ വിജയിച്ചു കേട്ടോ അയാൾ. ഇത്രയും നാളത് പിടിച്ചു നിർത്താൻ പറ്റിയല്ലോ. അതാണ് കഴിഞ്ഞ ഒരു 7-8 വർഷം, എനിക്കതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 7 വർഷമായിട്ട് എന്തായാലും അത് കോൾഡ് സ്റ്റോറേജിലായിരുന്നു. ഇപ്പം അങ്ങ് മാറി, ഇനി മാറാനുള്ള സാധ്യതയുണ്ട്. 8-9 വർഷമായിട്ട് കോൾഡ് സ്റ്റോറേജിൽ കിടന്നാണ്. ഇനി അത് മാറാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ മഹാരാജന്മാരുടെ പ്രസ്താവനകൾ